ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 9 ഫിസിക്സിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാം. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാണാൻ പറ്റും. കാരണം നമ്മൾ പാർട്ടായിട്ടാണ് ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറയണമെന്ന് നോക്കാം. ഹൗ പ്രിസൈസ്ലി അവർ സയൻറ്റിസ്റ്റ് ലാൻഡഡ് ദിസ് ലൂണാർ പ്രോബ് ഓൺ ദ മൂൺ. ഡസ് ദ മൂൺ ആൾസോ ഹാവ് ഗ്രാവിറ്റി? ഇന്ത്യ ഓൺ ദ മൂൺ ഓവർകമ്മിങ് ദ ഹർഡിൽസ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത് ആൻഡ് ദ മൂൺ. അപ്പോൾ ഗ്രാവിറ്റീനെ പറ്റിയിട്ടുള്ള കുറേ ഡൗട്ടുകളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടിയിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. യു മേ ഹാവ് നോട്ടീസ് ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ് ഫാൾ ടു ദ ഗ്രൗണ്ട് ഫ്രം ദ ട്രീസ് അറൗണ്ട് us. അപ്പോൾ ഇലകളും ഫ്രൂട്ട്സൊക്കെ നമുക്ക് ട്രീസിൽ നിന്ന് കൊഴിയുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ വണ്ടർഡ് വൈ എ സ്റ്റോൺ ത്രോൺ അപ്പ് ആൻഡ് ബേർഡ് ഫെദേഴ്സ് ഫാൾ ടു ദ ഗ്രൗണ്ട്? ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ കല്ല് തിരിച്ച് നമ്മൾ ഇവിടേക്ക് തന്നെ വീഴും. അതുപോലെ പറക്കുന്ന ബേർഡ്സിൽ നിന്ന് തൂവലടിക്ക് കൊഴിഞ്ഞു വീഴും. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് പറയുക? A stone thrown up and a bird's feather fall to the ground due to attraction of earth. എർത്ത് എല്ലാ ഒബ്ജക്റ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിലേക്ക്. അപ്പോൾ അതാണ് ഈ വക കാര്യങ്ങൾക്കെല്ലാം കാരണം. ഓക്കെ, അപ്പോൾ അടുത്തതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫ്രം വേർ ഡിഡ് ദ സ്റ്റോൺ ആൻഡ് ദ ഫെദർ ഗെറ്റ് ദ ഫോഴ്സ് ദേ നീഡഡ് ടു ഫാൾ? എവിടെ നിന്നാണ് ഇതുപോലെ കല്ലിനും അതേപോലെ ഫെദറിനൊക്കെ അടിയിലേക്ക് വീഴാനുള്ള ഫോഴ്സ് കിട്ടുന്നതെന്ന്? അപ്പോൾ അതിൻ്റെ ആൻസർ നോട്ട് ചെയ്തോളൂ. ദ സ്റ്റോൺ ആൻഡ് ദ ഫെദർ get the force they needed to fall from the force of attraction of earth. അപ്പോൾ എർത്തിന് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് ആ ഫോഴ്സ് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇമാജിൻ ഡ്രോപ്പിംഗ് സ്റ്റോൺസ് ഇൻ വെൽസ് അറ്റ് വേരിയസ് പ്ലേസസ് അറൗണ്ട് ദി എർത്ത്. ആറിൻ്റെ സ്റ്റോൺ അട്രാക്റ്റഡ് ടു ദ ബോട്ടം ഓഫ് ദി വെൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ സ്റ്റോൺസ് എല്ലാം കല്ലെല്ലാം കിണറ്റിലേക്ക് എടുത്ത് എറിയാറുണ്ട് അല്ലേ? അപ്പം നമ്മൾ ആ സ്റ്റോൺസ് എല്ലാം അട്രാക്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് യെസ്, സ്റ്റോൺസ് ആർ അട്രാക്റ്റഡ് ടു ദ ബോട്ടം ഓഫ് ദി വെൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഡു ദ പീപ്പിൾ സ്റ്റാൻഡിങ് ഓൺ ദ ഓപ്പോസിറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ എർത്ത് ഫാൾ ഡൗൺ? ഈസ് ഇൻ ദിസ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് ദി എർത്ത്? അപ്പോൾ എന്താ പറയുന്നത്? ഓപ്പോസിറ്റ് ഹെമിസ്ഫിയറിൽ എർത്തിന് 2 ഹെമിസ്ഫിയർ ഉണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയർ ഉണ്ട്, സദേൺ ഹെമിസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ഹെമിസ്ഫിയറിലുള്ള നിൽക്കുന്ന ആൾ ഇങ്ങനെ ഫാൾ ഡൗൺ ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് കാരണം ഫോഴ്സ് ഓഫ് അതായത് അട്രാക്ഷൻ ഓഫ് എർത്ത് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് നോ, ദ പീപ്പിൾ സ്റ്റാൻഡിങ് ഓൺ ദ ഓപ്പോസിറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ എർത്ത് ഡു നോട്ട് ഫാൾ ഡൗൺ. ദിസ് ഈസ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് ദി എർത്ത്. അപ്പോൾ ഫാൾ ഡൗൺ ചെയ്യില്ല, വീഴില്ല. അത് കാരണം എന്താണ്? എർത്തിൻ്റെ ഈ അട്രാക്ഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം നോക്കാം. ക്യാൻ വി മെഷർ ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? അപ്പോൾ അവിടെ ഒരു ബോക്സിൽ എന്താ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്റ്റ്. ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ഈസ് ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഒബ്ജക്ട്സിനെയും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് അട്രാക്റ്റ് ചെയ്യുന്നത്? സെൻറ്റർ ഓഫ് ദി എർത്തേക്കാണ്. ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറയണതാണ് ഗ്രാവിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ? ഫാസ്റ്റൻ എ സ്പ്രിംഗ് ബാലൻസ് ടു ദ ഗ്രിൽ ഓഫ് എ വിൻഡോ, പുൾ ഇറ്റ്സ് ഹുക്ക് വിത്ത് യുവർ ഹാൻഡ്. അപ്പം നമ്മൾ അതിൻ്റെ ഹുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ കൈ കൊണ്ട് പുള്ള് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ള് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വൈ ഡിഡ് ദ സ്പ്രിംഗ് സ്ട്രെച്ച്? സ്പ്രിങ് എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ദ സ്പ്രിങ് ഈസ് സ്ട്രെച്ച്ഡ് ഡ്യൂ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ഹാൻഡ്. നമ്മൾ ഹാൻഡ് കൊണ്ട് പുള്ള് ചെയ്യുക അല്ലേ? പുള്ള് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കൊടുക്കാന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്പ്രിങ് അവിടെ വലിയാൻ കാരണം. ഓക്കെ, അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീഡിങ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ്?
അപ്പോൾ സ്പ്രിംഗ് ബാലൻസിലുള്ള റീഡിങ് എന്താണെന്ന് ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുന്നില്ലല്ലോ. അപ്പോൾ മെഷർമെൻറ്റ് ഷോൺ ബൈ ദ സ്പ്രിംഗ് ബാലൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്രയാണ് റീഡിങ് കാണിക്കണേ അത് നിങ്ങൾ എഴുതുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈസ് ഇൻ ദിസ് ദ ഫോഴ്സ് ദാറ്റ് വി അപ്ലൈഡ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണോ? യെസ്, നമ്മൾ കൈകൊണ്ട് അപ്ലൈ ചെയ്യുക. ദിസ് ഈസ് ദ ഫോഴ്സ് അപ്പം അതിൻ്റെ ആൻസർ യെസ്, ദിസ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് വി അപ്ലൈഡ്. വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് എഴുതണം. ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ, NEWTON. ക്യാപിറ്റൽ ലെറ്റർ N കൊണ്ടാണ് കേട്ടോ നൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് വേറൊരു ആക്ടിവിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. സസ്പെൻഡ് എ മാസ് ഓഫ് 100 gram ഫ്രം എ സ്പ്രിംഗ് ബാലൻസ്. ഒരു 100 gram മാസ് ഒരു സ്പ്രിംഗ് ബാലൻസിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. വൈ ഡിഡ് ദ സ്പ്രിംഗ് സ്ട്രെച്ച്? അപ്പോൾ അത്രയും വെയിറ്റ് കൊടുക്കുമ്പോൾ ആ സ്പ്രിംഗ് എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യുന്ന മനസ്സിലായില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്പ്രിംഗ് സ്ട്രെച്ച് ചെയ്യാൻ കാരണം? അപ്പോൾ അതിൻ്റെ ആൻസർ നോട്ട് ചെയ്തോളൂ. ബിക്കോസ് എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സ്പ്രിംഗ്. ആ സ്പ്രിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഈസ് ദ ഫോഴ്സ് ദാറ്റ് പുള്ളഡ് ഡൗൺ ദ 100 gram മാസ്. ആ പുള്ള് ചെയ്യുന്ന ഫോഴ്സിൻ്റെ പേരെന്താണ്? അതാണ് ദ ആൻസർ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത്. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ റീഡിങ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസിലുള്ള റീഡിങ് എത്രയായിരിക്കും? 1 Newton ആണ് കേട്ടോ ആൻസർ വരിക. അടുത്തത് ഈസ് ഇൻ ദിസ് ദ ഫോഴ്സ് ദാറ്റ് അട്രാക്റ്റഡ് ദ ഒബ്ജക്റ്റ് ടു ദ എർത്ത്. അപ്പോൾ അതിൻ്റെ ആൻസർ യെസ്, ദിസ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് അട്രാക്റ്റഡ് ദ ഒബ്ജക്റ്റ് ടു ദി എർത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ളത് വൈ ഡസ് ദ സ്പ്രിംഗ് ബാലൻസ് എക്സ്പീരിയൻസ് മോർ സ്ട്രെച്ചിങ് ഫോഴ്സ്. എന്തുകൊണ്ടായിരിക്കും ആ സ്പ്രിംഗ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയുന്ന ഒരു രീതിയിലുള്ള ഫോഴ്സ് കേട്ടോ. അപ്പോൾ ആ സ്പ്രിംഗ് നല്ല രീതിക്ക് ഇങ്ങനെ വലിയ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ആൻസർ സിൻസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഈസ് ഗ്രേറ്റർ the spring balance experiences more stretching force. അപ്പോൾ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് ആ സ്ട്രെച്ചിങ്ങിന് കാരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഹാപ്പൻസ് ടു ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആസ് മാസ് ഇൻക്രീസസ്. മാസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ത് സംഭവിക്കും? അപ്പോൾ അതിൻ്റെ ആൻസർ ഇൻക്രീസസ് ആണ് കേട്ടോ. ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടും. അതായത് മാസ് കൂടുകയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടും. അപ്പോൾ ഇൻക്രീസസ് ആണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. ഇഫ് സോ റൈറ്റ് എ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതാണ്? മാസ് എന്ന് പറയാം കേട്ടോ. അതിൻ്റെ ആൻസർ മാസ് ആണ്. ഓക്കെ, അപ്പോൾ അടിയിൽ എന്താ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഈസ് മാസ് ദ ഓൺലി ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൺ ആൻ ഒബ്ജക്റ്റ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ ഓൺ ദ എർത്ത് ഈസ് ഗിവൺ ബിലോ. എർത്തിൻ്റെ പല പൊസിഷനിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. മാസ് കോൺസ്റ്റൻ്റ് ആണ്, എല്ലാത്തിലും 100 gram ആണ്. അപ്പോൾ ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത് ഓൺ ദ സർഫസ് എത്രയായിരിക്കും? ഹൈറ്റ് 0 ആണ്. അപ്പോൾ സെക്കൻഡ് കേസ് കൊടുത്തിട്ടുണ്ട്, തേർഡ് കേസും ആ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട് 980, 950, 730 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ നല്ല രീതിക്ക് നിങ്ങൾ അനലൈസ് ചെയ്യുക. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഒരു ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വേർ ഡിഡ് ദ ഒബ്ജക്റ്റ് ഓഫ് മാസ് 100 kilogram എക്സ്പീരിയൻസ് ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ 100 kilogram മാസ് ഉള്ളതിന് എവിടെയായിരിക്കും ആ ഒരു ഒബ്ജക്റ്റിന് ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ദ ഒബ്ജക്റ്റ് ഓഫ് മാസ് 100 kilogram എക്സ്പീരിയൻസ് എ ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൺ ദി സർഫസ്. അപ്പോൾ അവിടെ ഓൺ ദി സർഫസ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ടിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ ഒബ്ജക്റ്റ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ ദ എർത്ത്. അതെന്ത് ചെയ്യുക? എർത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ എർത്ത് ടു ദ ഒബ്ജക്റ്റ്, ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ ഒബ്ജക്റ്റ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ
അടുത്തത് റെക്കോർഡ് വാട്ട് യു ലേൺ അബൌട്ട് ഗ്രാവിറ്റി ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നമുക്ക് അവിടെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. എർത്ത് അട്രാക്ട് ഓൾ ഒബ്ജക്റ്റ് ടു ഇറ്റ് സെൻറ്റർ. എല്ലാ ഒബ്ജക്റ്റിനെയും എർത്ത് എവിടേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്? അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആസ് ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ മാസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും എന്ത് ചെയ്യും? കൂടും. ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്റ്റ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ്. അപ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ സംഭവിക്കുക? ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗത്ത് നിന്ന് ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്തത് ഈസ് എർത്ത് അലോൺ എക്സേർട്ടിങ് സച്ച് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എർത്ത് മാത്രമാണോ അങ്ങനെ എക്സേർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? ഹാവ് യു ഹേർഡ് അബൌട്ട് ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്സ് ദാറ്റ് ഒക്കർ ഓൺ ദ എർത്ത്? അപ്പോൾ എർത്തിൽ ഉണ്ടാകുന്ന ഹൈ ടൈഡ്സിനെ പറ്റിയും ലോ ടൈഡ്സിനെ പറ്റിയും കേട്ടിട്ടുണ്ടോ? ആർ ഇൻ ടൈഡ്സ് കോസ്ഡ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ എർത്ത് ബൈ ദ മൂൺ ആൻഡ് ദ സൺ. അപ്പോൾ ഇതിന് കാരണം എർത്തിനും മൂണിനും സണ്ണിനുമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് tides are caused by the influence of gravitational force on the earth by the moon and the sun. Okay, if the sun and the moon exert a force on the earth, wouldn't the other celestial body of the universe also exert a mutual force of attraction between them എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യെസ് എന്ന് പറയാം കേട്ടോ. യെസ് എന്ന് പറയാം. അടുത്തത് നമുക്ക് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. Sir Isaac Newton was the first to formulate a comprehensive law for force of attraction between objects in the universe. This is the universal law of gravitation. അപ്പോൾ ആ ലോ എന്താണെന്ന് പഠിക്കണം. ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. ആരാണ് പറഞ്ഞത്? സർ ഐസക് ന്യൂട്ടൺ ആണ് കേട്ടോ അതിൻ്റെ ആൾ. അപ്പോൾ ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും ഈക്വലായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്റ്റ് ഈസ് directly proportional to the product of their masses and inversely proportional to the square of the distance between them. അപ്പോൾ ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? മാസിൻ്റെയും അതുപോലെ തന്നെ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസിനും അതേപോലെ തന്നെ ഇൻവേഴ്സ്ലി അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസിനും ഇൻവേഴ്സ്ലി എന്തിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ ഒന്നും കൂടിയും ക്ലിയർ ചെയ്യും. കണ്ടോ, M1 എന്ന് പറഞ്ഞിട്ടൊരു മാസും കാണുന്നുണ്ട്, ചെറുതായിട്ടുള്ള M2. അത് രണ്ടും തമ്മിലുള്ള സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? സ്മോൾ ലെറ്റർ D എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് F ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ two objects of mass M1 and M2 separated by a distance D. അതായത് ഒബ്ജക്റ്റ് 1ൻ്റെ മാസാണ് M1, ഒബ്ജക്റ്റ് 2ൻ്റെ മാസാണ് M2. അതിന് തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് D. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ക്യാപിറ്റൽ F എന്ന് പറയുന്നത്. ലോ പ്രകാരം നമ്മൾ എന്തിനാ പറഞ്ഞിട്ടുള്ളത്? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണ് മീനിങ് അല്ലേ? അതായത് മാസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെ മാസമാണ് ഉള്ളത്? M1 ഉണ്ട്, M2 ഉണ്ട്. അപ്പോൾ F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലിൻ്റെ സിമ്പിൾ ആണ് കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ 1/, എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഡയറക്ട്ലി ആണെങ്കിൽ നമ്മൾ 1/, എഴുതില്ല. അപ്പോൾ എന്തിനാ ഈ പ്രൊപ്പോർഷനിൽ? പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. പ്രൊഡക്റ്റ് ഇവിടെ 2 മാസം ഉണ്ട്. അപ്പോൾ M1 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യ വേണ്ടേ? അപ്പോൾ M1 ഇൻറ്റു M2. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഫോഴ്സ് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? D ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ D സ്ക്വയറായി. അപ്പോൾ F ഈ സിമ്പിൾ പ്രൊപ്പോർഷണാലിറ്റിയുടെ സിമ്പിൾ ഇട്ടിട്ട് ഇൻവേഴ്സ്ലി കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? 1/, എന്ന് കാണിക്കാനാണ് കേട്ടോ. 1/, കാണിക്കാണ്ട് എഴുതരുത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി കാണിക്കാനാണ് നമ്മൾ 1/D² എന്ന് എഴുതുന്നത്. അപ്പോൾ നമുക്കിത് ക്ലബ് ചെയ്ത് എഴുതിക്കൂടെ? F പ്രൊപ്പോർഷണൽ ടു M1 M2 ഡിവൈഡഡ് ബൈ D². ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യും. അതാണ് G എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ G ഈസ് known as gravitational constant. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്ത് കിട്ടി? F ഈക്വൽ ടു G M1 M2 by D². ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ട് ഇഷ്ടം പോലെ പ്രോബ്ലംസും ചെയ്യാൻ വരും. ദ വാല്യൂ ഓഫ് G ഈസ്, ജിയുടെ വാല്യൂ എന്താ? 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ
പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ ആ യൂണിറ്റും കൂടിയും പഠിച്ചു വെക്കണം, ജിയുടെ വാല്യൂ അറിയുകയും വേണം കേട്ടോ. ദ വാല്യൂ ഓഫ് ജി ഈസ് കോൺസ്റ്റൻറ്റ് എവരിവെയർ ഇൻ ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിൽ എല്ലാ സ്ഥലത്തും ഈ ജിയുടെ വാല്യൂ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ദ സയൻറ്റിസ്റ്റ് Henry Cavendish later on demand the value of G through experiments. When two objects of mass 1 kg each are separated by a distance of 1 meter, the force of attraction between in them will be G Newton. Complete the table. അപ്പോൾ അത്ര ആ ഒരു പോയിന്റ് പഠിച്ചിരിക്കുക. അതനുസരിച്ച് നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യാം. ഇതിൽ വരുന്ന ഇക്വേഷൻ എന്താ? G(m1m2/d²). അപ്പോൾ m1 എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫസ്റ്റത്തെ കേസിൽ m1 5 ആണ്, m2 എന്ന് പറയുന്നത് 10 ആണ്. അവിടെ വരുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ അത് പ്രോബ്ലം അവർ ചെയ്തിട്ടുണ്ട്. ജിയുടെ വാല്യൂ നേരത്തെ പറഞ്ഞ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്രയാണ് ജിയുടെ വാല്യൂ വരുന്നത്? 6.67 × 10⁻⁻11 കേട്ടോ. അപ്പോൾ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല, അത്രയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നില്ല. ജി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ജീനെ നമ്മൾ ജി തന്നെ എഴുതിയാൽ മതി. ബാക്കിയുള്ള ടേംസ് ആദ്യം എന്താ ചെയ്യുക? 10 × 5 ചെയ്യുക. എന്നിട്ട് നമുക്ക് ബൈ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. അപ്പോൾ 10 × 5/4 ചെയ്യുമ്പോൾ 12.5 എന്ന് കിട്ടും. അതേ ഇൻറ്റു ജിയും കൂടി ചെയ്യണം അല്ലേ? അപ്പോൾ 12.5 × ജി എന്ന് വരും. ഓക്കെ, സെക്കൻഡ് എന്താ ചെയ്യുക? സെക്കൻഡിൻ്റെ ആൻസർ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക, ആൻസർ പറയാം. സെക്കൻഡ് ഇങ്ങനെ വരിക: G × 10 × 10 / 10² = 25G എന്ന് വരും. തേർഡ് G × 10 × 30 / 2² = 75G എന്ന് വരും. പിന്നെ ഫോർത്ത് G × 5 × 10 / 4² = 3.125G എന്ന് വരും. പിന്നെ ഫിഫ്ത്ത് G × 5 × 10 / 1² = 50G 50G കേട്ടോ. പിന്നെ എന്താ വരിക? അടുത്തത് G × 5 × 10 / ബ്രാക്കറ്റിൽ 1/2² = 200 gram. ബ്രാക്കറ്റ് ഇട്ട് തന്നെ ചെയ്യണം കേട്ടോ, കാരണം ആ സ്ക്വയർ 1നും 2നും ബാധകമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കുക, ആൻസർ ഇതാണ് കേട്ടോ വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം പറയുന്നത് two mutually attracting objects are placed at a fixed distance between them. If the mass of one of them is doubled, how many times will the force of attraction between them be? അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ടു മ്യൂച്വലി അട്രാക്റ്റിംഗ് ഒബ്ജക്റ്റ് ആർ പ്ലേസ്ഡ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ രണ്ട് ഒബ്ജക്ട്സ് വെക്കുകയാണ്, അവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിലാണ് അവർ വെക്കുന്നത്. ഇഫ് ദ മാസ് ഓഫ് വൺ ഓഫ് ദം ഈസ് ഡബിൾഡ്, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മാസ് ഡബിൾ ആയി എന്ന് വിചാരിക്കുക. സപ്പോസ് M1 M2 എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ M2ൻ്റെ ഡബിൾ ആയിരിക്കും M1. M2ൻ്റെ ഡബിൾ M1 എന്ന് പറയാൻ കാരണം 2M1 എന്ന് വരും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോഴ്സിന് എന്ത് ഫോഴ്സും ഡബിൾ ആവുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡബിളുടെ ഹൗ മെനി ടൈംസ്, അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് പറയാം കേട്ടോ. ഇങ്ങനെയാണ് വരിക. നമ്മൾ പഠിച്ചിട്ടുള്ളത് F = G M1 M2 / d² എന്നാ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം എഴുതി വെക്കുക, ഈ ഡയലോഗ് എഴുതണം. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം വിൽ ബി ഡബിൾഡ്. F = G M1 M2 / d². ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? പുതിയ F കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ F nu എന്ന് കൊടുത്തോട്ടോ. F nu എന്ന് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? F = G × M1. നമ്മൾ M2 ആയിട്ട് തന്നെ എടുക്കുക. ഏതെങ്കിലും ഒരു ഫോഴ്സ് ഡബിൾ ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ M1നെയാണ് ഡബിൾ ആക്കുന്നത്. 2M1 × M2 / d² = നമുക്ക് എന്ത് കിട്ടും? ഈ 2 പുറത്തേക്ക് എടുക്കാം കേട്ടോ. അത് ഇക്വേഷൻ ഭംഗിയായിട്ട് എഴുതാനാണ്. 2 × G × M1 M2 / d². ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ?
2 ഇൻറ്റു ജി. അപ്പോൾ ജി ഇൻറ്റു m1 m2/d² എന്ന് നമുക്ക് ഓൾറെഡി അറിയാം, എന്താ എഫ് ആണെന്ന് അറിയാം. അപ്പോൾ എഫ് ന്യൂ ഈക്വൽ ടു എന്ത് കിട്ടി? 2f എന്ന് കിട്ടി. അത്രയാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അതിനടിയിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇഫ് ദ മാസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ് ആൻഡ് മാസ് ഓഫ് ദ അതർ ട്രിപ്പിൾഡ്? അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഇഫ് ദ മാസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ് ആൻഡ് ദ മാസ് ഓഫ് അതർ ട്രിപ്പിൾഡ്? അപ്പോൾ ഒരു മാസ് ഡബിൾ ആവുകയും ചെയ്യുന്നുണ്ട്, മറ്റേ മാസ് ട്രിപ്പിൾ ആവുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുക, എഫ് ഈക്വൽ ടു ജി m1 ഇൻറ്റു m2 ഡിവൈഡ് ബൈ d². അതെന്താണ്? നമ്മുടെ ഇക്വേഷനാണ്. ഇനി നമ്മൾ പുതിയ എഫ് കണ്ടുപിടിക്കാൻ പോവാം നേരത്തെ പോലെ. എഫ് ന്യൂ ഈക്വൽ ടു ജി ഇൻറ്റു m1. ഫസ്റ്റ് ഒരു മാസിനെ ഡബിൾ ആക്കാൻ പോവുക. അപ്പോൾ ജി ഇൻറ്റു 2m1 ഇൻറ്റു മറ്റേ മാസിനെ ട്രിപ്പിൾ ആക്കാൻ പോവുക. അപ്പോൾ 3m2 ഡിവൈഡഡ് ബൈ d² ഈക്വൽ ടു നമുക്ക് അവിടെ എന്ത് ചെയ്യാം? 2ഉം ഉണ്ട് 3ഉം ഉണ്ട് മേലെ അല്ലേ. 2ഉം 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ ഈക്വൽ ടു 6 ഇൻറ്റു ജി ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ d² എന്ത് കിട്ടും? ഈക്വൽ ടു ജി ഇൻറ്റു m1 ഇൻറ്റു m2/d² എന്ന് പറയുന്നത് എന്താണ്? എഫ് ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് 6f എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് പറഞ്ഞിട്ടുള്ളത് വാട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ്? അപ്പോൾ ഡിസ്റ്റൻസ് ആണ് ഡബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഓൾറെഡി d² ആണ്. അപ്പോൾ d² ഡബിൾ ആക്കാന്ന് പറഞ്ഞാൽ എന്താ? 2d² എന്നാണ് വരിക കേട്ടോ. അപ്പോൾ ഇക്വേഷൻ എഴുതി വെക്കുക. എഫ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ d². എഫ് ന്യൂ ഈക്വൽ ടു ജി ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ d² നമ്മൾ എന്ത് മാറ്റി ഡബിൾ ആക്കുമ്പോൾ 2d² ഈക്വൽ ടു. അപ്പോൾ നമുക്ക് 2d² നമുക്ക് എന്താക്കി എഴുതാം? 2ൻ്റെ സ്ക്വയർ 2², d² സ്ക്വയർ d². 2ൻ്റെ സ്ക്വയർ 4 ആക്കി വരും കേട്ടോ, 4 ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, ജി ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ 4d² ഈക്വൽ ടു നമുക്കതിനെ ഭംഗിയാക്കിയിട്ട് 1/4 ഇൻറ്റു ജി ഇൻറ്റു, അപ്പോൾ 4നെ പുറത്തേക്ക് എടുക്കാൻ നമ്മൾ ചെയ്യുന്നത്, 1/4 ഇൻറ്റു ജി ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ d². ഈ ജി ഇൻറ്റു m1 ഇൻറ്റു m2 ബൈ d² എന്താണെന്ന് അറിയാം? എഫ് ആണെന്ന് അറിയാം. അപ്പോൾ ഈക്വൽ ടു ഫൈനലായിട്ട് നമുക്ക് 1/4 എഫ് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ഭാഗം വരെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.